ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 7 ശ്ലോകം 5. നാലാമത്തെ ശ്ലോകത്തിൽ വൈകുണ്ഠലോകത്തിനെ പറ്റി വിവരിച്ചു. ഇനി അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭഗവത് സാരൂപ്യം പ്രാപിച്ചിട്ടുള്ള ഭക്തജനങ്ങൾ മാത്രമേ വൈകുണ്ഠത്തിലുള്ളൂ എന്ന് പറയുന്നു. യസ്മിൻ നാമ ചതുർഭുജാ ഹരിമണി ശ്യാമാവതാദത്തിഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയ ഭക്തിപ്രാപ്ത തഥാ വിദോന്നതപദാ ദിവ്യന്തി ദിവ്യാജന തത്തേതാമനിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്. യസ്മിൻ നാമ ചതുർഭുജ ഹരിമണി ശ്യാമാവതാദത്തിഷോ നാനാഭൂഷണരത്നദീപിത ദിശഃ രാജത് വിമാനാലയാഃ ഭക്തിപ്രാപ്ത തഥാ വിദോന്നതപദ ദിവ്യന്തി ദിവ്യാജനാഃ തത്തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്. യസ്മിൻ നാമ ചതുർഭുജ ഹരിമണി ശ്യാമാവതാദത്തിഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജത് വിമാനാലയ ഭക്തിപ്രാപ്ത തഥാ വിദോന്നതപദാ ദിവ്യന്തി ദിവ്യാജനാസ്തത്തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്. യസ്മിൻ ആ വൈകുണ്ഠലോകത്തിൽ നാമചതുർഭുജാഹ 4 കൈകളും ഹരിമണി ശ്യാമാവതാദത്തിഷ നീലരത്നം പോലെ തെളിഞ്ഞ നീല നിറവുമായി നാനാഭൂഷണ രത്നദീപിത ദിശ രത്നപ്രകാശം പരത്തുന്ന പല വക ഭൂഷണങ്ങൾ അണിഞ്ഞ് രാജത് വിമാനാലയ മിന്നിത്തിളങ്ങുന്ന വിമാനങ്ങളിൽ പാർക്കുന്ന ഭക്തിപ്രാപ്ത തഥാ വിദോന്നത പദാഹ ഭക്തി കൊണ്ട് ആ വിധം ഉയർന്ന നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ള ദിവ്യാഹ ദിവ്യജനങ്ങളാണ്. ദിവ്യാഹ ജനാഹ ദിവ്യജനങ്ങളാണ്. ദിവ്യന്തി വിളയാടുന്നത്. നിരസ്ത സർവശമലം മാലിന്യമെല്ലാം അകന്ന വൈകുണ്ഠരൂപം വൈകുണ്ഠം എന്ന നിന്ദ്രുവടിയുടെ തേ തദ്ധാമ ജയേത് നിന്ദ്രുവടിയുടെ ആ ലോകം വിജയിച്ച് അരുളുമാറാകട്ടെ. ആ വൈകുണ്ഠ ലോകത്തിൽ 4 കൈകളും നീലരത്നം പോലെ തെളിഞ്ഞ നീല നിറവുമായി രത്നപ്രകാശം പരത്തുന്ന പല വക ഭൂഷണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങുന്ന വിമാനങ്ങളിൽ പാർക്കുന്ന ഭക്തി കൊണ്ട് ആവിധം ഉയർന്ന നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ള ദിവ്യജനങ്ങളാണ് വിളയാടുന്നത്. മാലിന്യമെല്ലാം അകന്ന വൈകുണ്ഠം എന്ന ഇന്ദ്രിയോടിയുടെ ആ ലോകം വിജയിച്ചരുളുമാറാകട്ടെ. ഭഗവാനെപ്പോലെ ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ച് 4 കൈകളും നീല നിറവും കിരീട കടകാംഗതാദികളായ രത്നഭൂഷണങ്ങളും വിമാനഗ്രഹങ്ങളും ഉള്ളവരും വിഷ്ണു സാരൂപ്യം പ്രാപിച്ചവരുമാണ് വൈകുണ്ഠവാസികളെല്ലാം. സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം എന്ന 4 സിദ്ധികളാണ് ഭക്തന്മാർക്ക് യഥാക്രമം ലഭിക്കാറുള്ളത്. ആദ്യം ഭഗവാന്റെ ലോകത്തെത്തും, അതാണ് സാലോക്യം. പിന്നെ സമീപത്തിലെത്തും, അത് സാമീപ്യം. പിന്നെ ഭഗവാനെ പോലെ ആവും, അത് സാരൂപ്യം. ഒടുവിൽ ഭഗവാനിൽ ലയിക്കും, അത് സായുജ്യം. അവയിൽ 3 സിദ്ധികളും കൈവന്ന ഭക്തന്മാരാണ് ഇവിടെ വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത്. വിജയിച്ച് അരുളുമാറാകട്ടെ എന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വിളങ്ങണേ എന്നാണ് താല്പര്യം. യസ്മിൻ നാമ ചതുർഭുജ ഹരിമണി ശ്യാമാവതാദത്തിഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജത് വിമാനാലയ ഭക്തിപ്രാപ്ത തഥാ വിദോന്നതപദാ ദിവ്യന്തി ദിവ്യാജന തത്തേതാമനിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്. യസ്മിൻ നാമ ചതുർഭുജ ഹരിമണി ശ്യാമാവതാദത്തിഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജത് വിമാനാലയ ഭക്തിപ്രാപ്ത തഥാ വിദോന്നതപദാ ദിവ്യന്തി ദിവ്യാജനാസ്തത്തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്. യസ്മിൻ നാമ ചതുർഭുജ ഹരിമണി ശ്യാമാവതാദത്തിഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജത് വിമാനാലയ ഭക്തിപ്രാപ്ത തഥാ വിദോന്നതപദാ ദിവ്യന്തി ദിവ്യാജന തത്തേതാമനിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.